നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ജോലി സമയത്ത് മൊബൈലുമായി കൊണ്ട് നിൽക്കല്ലോ. ഇത് നോക്കണ്ട. ഇതുപോലുള്ള വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നോക്കാതിരിക്കും? ഒരു വക്കീലും പോലീസുകാരും തമ്മിൽ മുട്ടനായി. ഇതൊക്കെ ഇപ്പോഴാണ് നീ കാണുന്നത്. ഈ വക്കീലിനെ എടാപോടാന്ന് വിളിച്ചതിന് ഈ പോലീസുകാരന്റെ പേരിൽ എന്നേ നടപടിയെടുത്തു. അപ്പൊ ഇതിന് മുമ്പ് നടന്ന സംഭവമാണ്. അതല്ലാതെ അത് മാത്രമല്ല, കോടതി ലക്ഷ്യത്തിന് വരെ ഇയാളുടെ പേരിൽ കേസ് എടുത്തിരിക്കുകയാണ്. അന്വേഷണമുണ്ട്. അപ്പൊ ഈ പോലീസുകാരന്റെ മുട്ട പണി കിട്ടി. എല്ലാം പണി. ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയുടെ ഉത്തരവുമായി പോലീസ് സ്റ്റേഷനിൽ ഈ വക്കീൽ ചെന്നപ്പോഴുണ്ടായ സംഭവമാണ് ഇത്. ഈ കേസിൽ പോലീസുകാരനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല, കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. കോടതി അലക്ഷ്യം അതിന് കേസ് എടുക്കുമോ? പിന്നെ കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കാതിരിക്കുകയോ, കോടതി ഉത്തരവ് അനുസരിക്കാതിരിക്കുകയോ, കോടതിയെ കളിയാക്കുകയോ ചെയ്താൽ എത്ര വലിയ വമ്പനായിരുന്നാലും കോടതി അലക്ഷ്യത്തിന് കേസ് എടുത്തിരിക്കും. എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമയെ ഒരു മന്ത്രിയെ ജഡ്ജി എടുത്തിട്ട് കൊടുക്കണം പോലെ അല്ല അതുപോലെ. എന്നാൽ ഈ പോലീസുകാരന് ഒരു വക്കീലിനെ കയറി എടാ പോണെന്നൊക്കെ വിളിക്കാൻ കൊള്ളാമോ? ഇങ്ങനെ ജനങ്ങൾക്ക് ജോലിയുള്ള ആളല്ലേ? വക്കീലിനെ മാത്രമല്ല, ഒരു സാധാരണക്കാരനെ പോലും എടാപോടാന്ന് വിളിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കോടതി 2 ദിവസം മുമ്പ് പറഞ്ഞത്, ഇനി പോലീസുകാർ ആരെങ്കിലും എടാപോടാന്ന് വിളിച്ചാൽ 8ന്റെ പണി പോലീസുകാർക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം ഉണ്ടാണ്, എല്ലാ പോലീസുകാരും അങ്ങനല്ല. ഇന്നാളെ ദിവസം ഒരു കേസുമായിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും ആ പോലീസുകാരൊക്കെ എന്തൊരു കാര്യമായിരുന്നു. അത് തന്നെ എല്ലാവർക്കും അല്ല, ചില പോലീസുകാർക്ക് കാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ബാധ തന്നെയാണ്. അതങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ചാന്തും ചുടുവെല്ലാം കാണുമ്പോഴേ എനിക്കും പ്രത്യേകം തരം ബാധയെങ്കിലും പിന്നെ പണിയോട് പണിയാണെന്നാ അല്ല. കോടതി പറഞ്ഞു വിലക്കല്ല, എടാ പോണമെന്നും വിളിക്കല്ലെന്ന്. ഇതൊക്കെ എത്ര ദിവസത്തേക്കല്ല? കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതെല്ലാരും ഒന്ന് മറക്കും. പിന്നെ പോലീസുകാരും ഇത് മറക്കും, ജനങ്ങൾ ഇത് മറക്കും. പോലീസുകാർ മറന്നാൽ ജനങ്ങൾ മറക്കരുത്. ജനങ്ങൾ മറക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. മനസ്സിലായോ? അണ്ണ, ഈ വക്കീലായത് കൊണ്ടല്ലേ അണ്ണ ഈ പോലീസുകാരനെതിരെ ഇത്രയും നിയമ നടപടികൾ നടത്തിയത്? എന്താ ഈ പാവപ്പെട്ടവരായിരുന്നു എന്ത് ചെയ്യുമെന്ന? പാവങ്ങളായാലും തെറ്റു കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രതികരിക്കണം. ഇപ്പൊ ഇതിന് പേടിക്കുന്നത് ഇഷ്ടംപോലെ മീഡിയകളുണ്ടല്ലോ. അണ്ണ, എന്തിനാ ഒരു കൃത്യാവരണം എന്തോ ഒരു തടസ്സപ്പെടുത്തുന്ന സംഭവം ഉണ്ടല്ലോ. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാൽ ജനങ്ങളുടെ പേരിൽ കേസെടുക്കാനുള്ള നിയമമുണ്ട്. മാത്രമല്ല, പണ്ടൊക്കെ ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ യാതൊരു വഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്തിട്ട് രഹസ്യമായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് കോടതി കൊണ്ട് കാണിച്ച് ഈ നിയമത്തിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. എന്തൊക്കെ തേപ്പ് നിയമങ്ങൾ കൊണ്ടാണ് ജനങ്ങളെ കുരുക്കണം. ഇപ്പൊ നിന്റെ പേരിലാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കേസ് എടുക്കേണ്ടത്. നോക്കണ്ട, കുറെ സമയം കൊണ്ട് കൃത്യനിർവഹണം നീ സ്വയം ചെയ്യുന്നുമില്ല, എന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും.